ഭാമേ, അവിടെ ചെന്നാ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ലല്ലോ അല്ലേ? അല്ല, തൊഴാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? എനിക്കൊരുപാട് നേരം ക്യൂ നിൽക്കാനൊക്കത്തില്ല, അതുകൊണ്ടായി പറയുന്നതേ. രാഘവേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവിടെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സത്യമ്മേ, സത്യമ്മേ, ഞാൻ റെഡി. അയ്യേ, ഇതെന്താ ഇങ്ങനെ മുടി കെട്ടി വെച്ചിരിക്കുന്നത്? ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചോണ്ടാ സത്യമ്മ സ്കൂളിൽ പോകുന്നത്. നമ്മള് സ്കൂളിൽ പോവല്ലോ, ഗുരുവായൂർ അമ്പലത്തിൽ പോവല്ലേ. നിങ്ങളെ പോലുള്ള കൊച്ചുകുട്ടികൾ കണ്ണനെ കാണാൻ പോകുമ്പോ ഒരുങ്ങി സുന്ദരിമാരായിട്ട് വേണം പോവാൻ. ഇതയച്ചിട്ട് ഞാൻ കെട്ടിത്തരാം. ഇതൊക്കെ മതി സത്യാമ്മേ, നമ്മൾ വണ്ടിയിലല്ലേ ഇരിക്കുന്നേ. അതുപോരാ, എന്റെ സത്യമോളെ, സുന്ദരിയായിട്ട് വേണം എന്റെ ഒപ്പം വരാൻ. എടോ പിള്ളേ, നമ്മൾ എന്തെങ്കിലും ഡ്രസ് ഉടുത്തോ ഉടുത്തില്ലയോ, ഈ മുണ്ടും ഷർട്ടും തമ്മിൽ ചേരുന്നുണ്ടോ, അതൊന്നും നോക്കാനിവിടെ ആരുമില്ല. ആവശ്യമുണ്ടെങ്കിൽ വേണേ ഉടുത്തു വരാം, അതായപ്പോഴത്തെ അവസ്ഥയേ. രാഘവേട്ടൻ എപ്പോഴും അങ്ങനെയൊക്കെ പറയാം. കുട്ടികളെ എപ്പോഴും നല്ല സുന്ദരിമാരായിട്ട് നടക്കണം. ഇപ്പൊ പോയി കണ്ണാടി നോക്കി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് അറിയാലോ. പോയിട്ട് വാ. അല്ല, ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇറങ്ങണ്ടായോ? ആരാ ഇരുന്നത്? നീയല്ലേ സത്യമോളുടെ മുടിയും കെട്ടിയിരുന്നത്, അതുകൊണ്ടല്ലേ ഇരുന്നേ. അല്ലടെ രോഹിത്തെ, ശ്യാമയും പപ്പയും ഇവിടെ? അവരിതുവരെ വന്നില്ലല്ലോ. അല്ല, അവരിതുവരെ വന്നില്ലേ? അത് ഞാൻ വണ്ടിയിൽ ലഗേജ് ഒക്കെ എടുത്ത് വെക്കായിരുന്നു. ഞാനിപ്പോ വിളിക്കാം. പെട്ടെന്ന് വരാൻ പറ. കുട്ടികൾക്ക് പോകുന്ന വഴി കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്നും കൂടി പറ. പറയാം. അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സത്യാമ്മേ. ഞാൻ പോയി വിളിച്ചിട്ട് വരാം.